റോഷിപാൽ മാവേലിക്കരയിലാണ് നിൽക്കുന്നത്. മാവേലിക്കര നമുക്ക് അറിയാവുന്നതുപോലെ കനത്ത പോരാട്ടമാണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജയം ആർക്കൊപ്പമായിരിക്കും? റോഷി ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ. മാവേലിക്കരയിൽ തെരഞ്ഞെടുപ്പ് ദിവസം പോലും കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ടായിരുന്നു. ഒന്ന്, ആ മണ്ഡലത്തിൽ വോട്ടർമാരുമായി നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. കൊടിക്കുന്നിൽ സുരേഷിന് നേരിട്ട് ബന്ധമുണ്ട്. സി അരുൺകുമാർ എന്ന സ്ഥാനാർത്ഥി LDF രംഗത്തിറക്കുമ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രതീക്ഷ കൊടിക്കുന്നിലിന് എതിർപ്പ് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ്. യുവ സ്ഥാനാർത്ഥി കൂടിയാണ്. പക്ഷേ LDFൽ ആദ്യഘട്ടത്തിൽ ചില എതിർപ്പുകൾ സി അരുൺകുമാറിനുണ്ടായിരുന്നു. അത് പിന്നീട് മറികടന്നെങ്കിൽ പോലും കൊടിക്കുന്നിൽ സുരേഷിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. UDF ഏതാണ്ട് 40,000-നും 45,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലം നിലനിർത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മാവേലിക്കര നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ ഒരു ഘട്ടത്തിൽ മാറ്റുന്നതിനെ കുറിച്ചടക്കമുള്ള ആലോചനയും നടന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് മേൽക്കൈ ഉണ്ടായി എന്ന വിലയിരുത്തലാണ് UDF നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെ UDF സംസ്ഥാനത്തെ 20 സീറ്റുകൾ നോക്കുമ്പോൾ മാവേലിക്കരയിൽ ആശങ്കയില്ല എന്ന് തന്നെ തീർത്തു പറയുന്നുണ്ട്. പക്ഷേ സി അരുൺകുമാറിലൂടെ 1,00,000 വോട്ടിന് അവിടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും, അട്ടിമറി വിജയം നേടാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് LDF പങ്കുവെക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനുള്ള എതിർപ്പ് അത് യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സി അരുൺകുമാറിന് നേട്ടമായിട്ടുണ്ട്. ഒറ്റക്കെട്ടായ പ്രവർത്തനം ഉൾപ്പെടെ അനുകൂലമാകും സാഹചര്യം എന്ന് പറയുന്നു. ഒപ്പം NSSന്റെ ഉൾപ്പെടെയുള്ള നിലപാട് വളരെ നിർണായകമാണ് മണ്ഡലത്തിൽ എന്ന് നമുക്കറിയാം. അത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് രണ്ട് മുന്നണികളും പറയുന്നു. അവിടെ ബൈജു കലാശാലയെ ഇറക്കിയാണ് NDA കൂടുതൽ വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തിയത്. നേരത്തെ കൂടിയായിരുന്നു ബൈജു കലാശാല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ട് ബാങ്കിൽ ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ കാര്യം എന്താവും? സുജ, ഇത്തവണ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. കാരണം നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. റോഷിപാലാണ് മാവേലിക്കരയിൽ നിന്ന്. മാവേലിക്കര ഒരുപക്ഷെ വടകരയെ പോലെ തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. വടകരയാണ് എപ്പോഴും പോപ്പുലർ കൺസെപ്റ്റിൽ ഏറ്റവും ശക്തമായ മത്സരമെങ്കിൽ പോലും മാവേലിക്കരയും സമാനമായ മത്സരമാണ് നടക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും മാവേലിക്കരയിൽ ഒരു ആശങ്കയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടാകണം.